ശരീരന്മാരായി ഒന്നിച്ച പഠനം നടത്തിയ കാലം വെളിപ്പാട് ഇസ്ലാമിന്റെ പ്രഭാഷണത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ സാധാരണങ്ങളുടെ പ്രഭാഷണത്തിൽ നിന്നൊക്കെ ഈ പാവങ്ങളായ മഹിമാതിന്റെ സന്തതികളായ ഞങ്ങള് 10 വർഷക്കാലം മഹിമാത്തിൽ പഠിക്കുന്നതിനിടയില്ല താഹിറതങ്ങൾ സ്ഥാപനം മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്നരായ സൈനുൽ മുഹമ്മദ് സയ്യിദുനാ താഹിറുൽ അഹ്ദൽ തങ്ങള് പഠനകാലത്ത് തന്നെ മാതൃകായോഗ്യമായ ജീവിതം അല്ലാഹുവിനെ തവക്കുലാക്കി മഹാന്മാരെ തപസ്സിലാക്കി ജീവിച്ചതിനത്രല്ലോ മഹാന്മാർക്കല്ലേ മഹാന്മാരെ പരിചയം ഉണ്ടാവുകയുള്ളൂ. അവർക്കല്ലേ നമ്മെക്കാളും കൂടുതലവരെ മനസ്സിലാവുകയുള്ളൂ. ഒരു കാലഘട്ടത്തിന്റെ ഇതിഹാസ പുരുഷനായിരുന്ന പലപ്പോഴും നമ്മളെ സ്ഥാപനം കണ്ട് ധ്യാനം ചെയ്യിപ്പിക്കുകയാണ്. അത് അവിടുത്തെ 100 സംഘടനയുടെ തലപ്പത്ത് നമ്മളെ സ്ഥാപനം അവരോധിക്കുകയാണ്. ഏത് വിഷയങ്ങൾക്കും അവരുമായി അതേ പഠനകാലത്ത് തന്നെ അഭിജ്ഞമായ ബന്ധമാണ്. അതിനെ മനസ്സറിഞ്ഞ പൊരുത്തത്തിന്റെ അതുപോലെ മഹാന്മാരുടെ മനസ്സറിഞ്ഞ പൊരുത്തവും അച്ചടക്കമുള്ള ജീവിതവും ഒരു യഥാർത്ഥ അരിമായി യഥാർത്ഥ നേത്രനായകനായി എല്ലാമായി നമുക്കെല്ലാം വലിയൊരു വരദാനമായി കാസർഗോഡ് ജില്ലയ്ക്ക് തെരഞ്ഞെടുക്കുന്ന കർണാടകക്കാർക്ക് നൽകിയ വലിയൊരു മഹാനുഭാവനാണ്. തങ്ങൾ സ്ഥാപനം മനസ്സിലാക്കിയവർക്കറിയാം ഏത് വിഷയങ്ങൾ അവിടത്തോട് അവതരിപ്പിച്ചാലും ഏത് ദശനങ്ങൾ അവിടത്തോട് പോയി പറഞ്ഞാലും പറയുന്നത് എനിക്ക് ഒന്നും പറയണ്ട, നിങ്ങളെ എന്റെ മഹിമാപ്പിന്റെ സഹായിക്കാനോ അതിനെ പാവങ്ങളായ മക്കളുണ്ട്, ചിലപ്പോ വാപ്പമാരി എഴുതാങ്ങിയിട്ട് ഓടിപ്പോയതാണ്. അല്ലെങ്കിൽ വലിയൊരു ലോകത്തിൽ നടത്തുന്ന വാപ്പയാണ് ഒരു തീവിന്റെ പരിഗണന ലഭിക്കില്ല. മക്കളെയും ഏറ്റെടുക്കുകയാണ്. ജില്ലയിലും കർണാടകയിലും കേരളത്തിലും ഒരുപാട് സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്നവർ ആദ്യമായ രാഷ്ട്രീയം സ്ഥാപനമാണ്. ഏറ്റവും വലിയ സ്ഥാപനമായി മുഴുക്കാട്ടിൽ അഗതി മന്ദിരം മുന്നോട്ട് ഗമിക്കുകയാണ്. എത്ര മക്കളാണ് ആ സ്ഥാപനത്തിൽ പഠിച്ചു വളർന്നത്. അൽഹംദുലില്ലാഹ് 30 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്, 4000-ഓളം വിദ്യാർത്ഥികളാണ്, 500-ഓളം വരുന്ന ജീവനക്കാരാണ്, 1000-ൽ വരുന്ന പെൺകുട്ടികളാണ്. മഹിമാത്തിന്റെ എല്ലാമായി അവിടെ പഠനം നടന്നു. 10,000-ലധികം വരുന്ന വിദ്യാർത്ഥികളാണ്. പിന്നെ പണ്ഡിതന്മാര് അൽഹംദുലില്ലാഹ് മുദർരിസുമാരായി, അതുപോലെ വലിയ ഖതീബുമാരായി, മഹല്ലുകളിലെ പ്രബോധകരായി, ദായികളായി, അധ്യക്ഷന്മാരായി, വിദ്യാഭ്യാസ മേഖലയിൽ വിദഗ്ധരായി, PhD എടുത്ത BEd എടുത്ത അതേ പ്രൊഫഷണൽ മേഖലയില് വലിയ വലിയ ഉന്നത തലങ്ങളിൽ പ്രവർത്തിക്കുന്ന എത്രയോ പണ്ഡിതന്മാര് കർണാടകക്കാർക്ക് പരിചയപ്പെടുത്തേണ്ടതില്ലല്ലോ. ആധുനികമായി നക്ഷത്രമെന്ന് പറയുന്ന നമ്മുടെ അഭിമാന സ്ഥാപനം കർണാടക എന്ന് പറയുമ്പോ ആ ഒരു പ്രദേശത്തിന്റെ സാഹചര്യം നമുക്കൊക്കെ കൂടുതലായി അറിയാം. ദക്ഷിണ കന്നഡ ജില്ലയെ പോലെയല്ല, കൊടക് ജില്ലയെ പോലെയല്ല, ഉടുപ്പിയെ പോലെയല്ല, പേരിന് മാത്രം നാമമാത്ര മുസ്ലിങ്ങളെ മാത്രമുള്ളൊരു പ്രദേശം. അവിടെ അൽഹംദുലില്ലാഹ് മഹിമാത്തിലെ SSFന്റെ കർണാടകയുടെ സംസ്ഥാന സാരഥിയായിട്ടൊക്കെ നേതൃത്വം നൽകുന്ന ഒന്നരായ മുസ്തഫ അടക്കമുള്ള പണ്ഡിതന്മാര് കർണാടകയുടെ ഒരു പ്രബോധകനാണെന്ന് അവർക്ക് പേരെടുത്ത് പറഞ്ഞതാണ്. ഇങ്ങനെ എല്ലാ തരത്തിലുമായി അടക്കമുള്ള വലിയ വലിയ സ്ഥാപനങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്തു. أشهد أن لا إله إلا الله.